നോക്കൂ, അതിശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ സർക്കാരിന് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൂർണ്ണ റിപ്പോർട്ടാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു വിവരവും മറച്ചുവെക്കാൻ കഴിയില്ല. സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിയുടെ നിർണായകമായ ഇടപെടലാണ് സുജയ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ബാലകൃഷ്ണൻ, വനിതാ കമ്മീഷനെ ഉൾപ്പെടുത്തുന്നത് എന്തിനാണ്? വനിതാ കമ്മീഷനെ ഉൾപ്പെടുത്തുന്നത് ഇതിൽ സെക്ഷൽ ഹറാസ്മെന്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന 233 പേജുകളിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളിലാണ് എത്രത്തോളം ഗുരുതരമായ അതിക്രമമാണ് നടന്നതെന്നുള്ളത് ബോധ്യപ്പെടേണ്ടത്. അത് സീൽഡായി കോടതിക്ക് മുന്നിലേക്ക് വിളിച്ചു വരുത്തുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം ഇതിൽ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയല്ലേ? അതായത് സിംഗിൾ കോപ്പി സീൽഡ് കവറിൽ എൻറ്റയർ റിപ്പോർട്ട് അത് ഞങ്ങൾക്ക് കാണണം എന്നതാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറയുന്നത്. ഇതിൽ കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ശക്തി ഉണ്ടാവുകയല്ലേ? സർക്കാർ എടുത്ത നിലപാട്, അന്വേഷണം വേണ്ട എന്ന ആർജവത്തോടെ പറഞ്ഞ നിലപാട് തെറ്റുകയല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും കോടതിയുടെ അതിശക്തമായ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4.5 വർഷമായിട്ട് കേരളത്തിന്റെ സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരുന്നു എന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിൽ ശക്തമാകുമ്പോഴാണ് പൂർണ്ണമായ റിപ്പോർട്ട് കോടതിയിൽ സീൽഡ് കവറിൽ ഹാജരാക്കാൻ ഇന്നിപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് കോടതിയുടെ മുമ്പാകെ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോടതി ആ കാര്യങ്ങളിൽ ശക്തമായി ഇടപെടാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഏതായാലും 0 FIR മതി ഇത്തരം കേസുകളിൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു FIR പോലും വേണ്ട സുജയ ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കുവാൻ. കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ കോടതിക്ക് സ്വമേധയാ, സർക്കാരിന് സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 4.5 വർഷമായി ഈ റിപ്പോർട്ടിന് മുകളിൽ അടയിരുന്ന സർക്കാർ ഇപ്പോൾ പ്രതികൂട്ടിലാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഇഫ് കോഗ്നിസിബിൾ ഒഫൻസ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ടു കമ്മിറ്റി ക്യാൻ ആക്ഷൻ ബി ടേക്കൺ. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? ഉറപ്പായും അത്തരത്തിലുള്ളൊരു ശക്തമായ ഇടപെടൽ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് പലരും ആഗ്രഹിച്ചിരുന്നത്, സർക്കാർ പോലും ആഗ്രഹിച്ചിരുന്നത്. മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടേണ്ടി വന്നത്. അപ്പോൾ പോലും നമുക്കറിയുന്നത് പോലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ കോടതിയെ സമീപിക്കേണ്ടതായിരുന്നു സംസ്ഥാന സർക്കാർ. കോടതിയുടെ ഇടപെടലിലൂടെ പല നിയമനിർമ്മാണങ്ങളും സാധ്യമാകുമായിരുന്നു. എന്നാൽ 4.5 വർഷക്കാലം ഇക്കാര്യത്തിൽ നിശബ്ദത പാലിച്ച സർക്കാരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതികൂട്ടിലായിരിക്കുന്നത്. അതിശക്തമായ മാധ്യമ ഇടപെടലിലൂടെ പൊതുജനത്തിന്റെ മുമ്പിലേക്ക് ഈ റിപ്പോർട്ട് വന്നതോടെ സർക്കാരിന് ഇപ്പോൾ മുട്ടുമടക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. കോടതി ശക്തമായി ഇടപെട്ടിരിക്കുന്നു. സീൽഡ് കവറിൽ ഈ റിപ്പോർട്ട് കോടതിയിൽ ആവശ്യപ്പെടുമ്പോൾ കോടതി ഈ വിവരങ്ങളിലൂടെ കടന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ക്രൈം നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ക്രൈമിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് സർക്കാർ നിശബ്ദത പാലിച്ചെങ്കിൽ സർക്കാർ പോലും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ, അതായത് ഇന്ന് സർക്കാർ കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തത് എന്താണെന്ന് അറിയുമോ? അവർ പറഞ്ഞത് ഈ കമ്മിറ്റിയോട് പഠിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് എന്താണ് ഇനി ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് ചെയ്യേണ്ടത്, അത് പഠിക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. ആ പഠനത്തിനപ്പുറം കാര്യങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യണം, എവിടെ വെക്കണം എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് സർക്കാർ. അതുകൊണ്ടാണ് കോടതിയിലും പോയി അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആ കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ ഇതൊക്കെ വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തിയ വിവരങ്ങളിൽ എല്ലാവരും പരാതി വേണ്ട അല്ലെങ്കിൽ തങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നത് ഞങ്ങൾക്കൊന്ന് ഉറപ്പുവരുത്തണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ സുജയ, ഈ കാര്യത്തിൽ ഏതാണ്ട് 50-ലേറെ സ്ത്രീകൾ വിവിധ മേഖലകളിൽ, സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 50-ലേറെ സ്ത്രീകൾ അവർക്ക് നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചൊരു കമ്മിറ്റി മുമ്പാകെ പോയി പറഞ്ഞിരിക്കുന്നത് പരാതിയുടെ സ്വഭാവത്തിൽ തന്നെയാണ്. അവരൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നില്ല. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ സ്റ്റേറ്റിന് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ പോലീസിന് ആക്ട് ചെയ്യാം. ഇന്നിപ്പോൾ രാജ്യം മുഴുവൻ ഒരു പ്രതിഷേധം നടക്കുന്നത് നമുക്കറിയാമല്ലോ. ഒരു ഡോക്ടറുടെ കൊലപാതകം നടന്നിരിക്കുകയാണ് കൽക്കത്തയിൽ. ഡോക്ടറുടെ കൊലപാതകത്തെ സംബന്ധിച്ച് ഡോക്ടറുടെ കുടുംബമോ അവരുടെ അച്ഛനോ അമ്മയോ ഒന്നും പരാതി കൊടുത്തിട്ടില്ല. അവിടെ സ്റ്റേറ്റ് പോലീസ് ഒരു കേസെടുത്തിരിക്കുകയാണ്. നിർഭയയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിർഭയയുടെ അച്ഛനോ അമ്മയോ പരാതി പറഞ്ഞിട്ടല്ല കേസെടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് സ്വമേധയാ ആക്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തരം ഉദാഹരണങ്ങളൊക്കെ മുന്നിലുള്ളപ്പോഴാണ് ഒരു സംസ്ഥാന സർക്കാർ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളെയും ചൂഷണങ്ങളെയും സംബന്ധിച്ച റിപ്പോർട്ട് കിട്ടിയിട്ട് അതിൻ്റെ മുന്നിൽ 4.5 വർഷക്കാലം അടയിരുന്നു എന്ന് പറയുന്ന ഒരു വലിയ ക്രിമിനൽ കുറ്റമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായ റിപ്പോർട്ടാണ്. ആ പൂർണ്ണമായ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർവ്വ തെളിവുകളും, വീഡിയോ റെക്കോർഡിങ്സ്, ഓഡിയോ റെക്കോർഡിങ്സ്, സ്ക്രീൻഷോട്ടുകൾ ഇതെല്ലാം കോടതിക്ക് മുന്നിൽ ലഭ്യമാവുകയാണ്. അതിൻ്റെ അർത്ഥം കോടതിക്ക് ബോധ്യപ്പെടാൻ പോകുന്നു ഇവിടെ ഒരു ക്രൈം നടന്നിരിക്കുന്നു, അതിശക്തമായ ക്രൈം നടന്നിരിക്കുന്നു എന്നുള്ളത്. അത് ഹഷപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളെയും എതിർക്കേണ്ടത് കോടതിയുടെ സ്വാഭാവികമായ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് കോടതി ഈ കാര്യത്തിൽ ആക്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ സർക്കാരും സിനിമയിൽ ഒരു വലിയ മാഫിയയും ചേർന്ന് കഴിഞ്ഞ 4.5 വർഷക്കാലമായി പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലിലൂടെ ജനങ്ങളുടെ പൊതുസമക്ഷം വന്നു കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ടിന് മേലിന് നടപടിയെടുക്കുക എന്നുള്ളത് കോടതിയുടെ ജുഡീഷ്യറിയുടെ ഒരു ഉത്തരവാദിത്വമായി അവർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.